ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഞാൻ ഇൻഡെക്സ് വാലി എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി. ഇപ്പം എൻ്റെ കിട്ടിയതേ ഉള്ളൂ. അപ്പം കിട്ടിയ പറഞ്ഞാൽ ഞാനത് അൺബോക്സ് ചെയ്യായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ കൂടെ എടുത്ത് കാണിക്കാമെന്ന് ഓർത്ത് അങ്ങനെ വീഡിയോ എടുത്താണ്. പക്ഷേ അത് പൊട്ടിച്ചൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ക്യാമറ ഓൺ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കിട്ടിയില്ല. അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്യാം. ഇപ്പം ഞാൻ പൊട്ടിച്ച് വെച്ച വീഡിയോ നിങ്ങളെ കാണിക്കാവേ. ഇപ്പം അത് പൊട്ടിക്കുന്ന കാണിക്കാൻ പറ്റിയല്ലോ, ഞാൻ എല്ലാം പൊട്ടിച്ച് നിരത്തി വെച്ചല്ലോ. അപ്പൊ അതിന്റെ കൂടെ സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് വെച്ച് റാപ്പ് ചെയ്തിട്ട് ഈ ബബിൾ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ബോക്സിലാണ് വന്നത്. അതിന്റെ കൂടെ ഒരു കാർഡ് ഉണ്ട്, ഇൻഡസ് വാലിയുടെ. ഇത് ഇൻഡസ് വാലി എന്ന് പറഞ്ഞ് എഴുതിയ. പിന്നെ ഒരു നോട്ടുണ്ട്. ഇനി സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ നമുക്ക് 10% ഓഫ് കിട്ടും. അതിന്റെ യൂസ് കോഡാണ്. പിന്നെ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു പേപ്പറും ഒരു ബുക്ക്ലെറ്റും. പിന്നെ ഉണ്ടായിരുന്നത് ഇത് നമ്മൾ വാങ്ങിയതിന്റെ ബില്ല്. ഈ പ്രൊഡക്റ്റിന് വന്ന 800 രൂപയാണ്, 799 രൂപയാണ്. അപ്പൊ ഞാനിത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് കേട്ടോ കൊടുത്തത്. അതുകൊണ്ട് തന്നെ 100 രൂപ എനിക്ക് എക്സ്ട്രാ ആയി. നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ഒക്കെയാണ് ചെയ്യുന്നെങ്കിൽ ആ 800 രൂപ കൊടുത്താൽ മതിയാവും. അതുകൊണ്ട് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് 900 രൂപയായിട്ടോ. ഇതിനു മുന്നേ ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇതുപോലെ ഒരു കടായിയാണ്, ഒരു പരന്ന കടായി. അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഡെയിലി യൂസ് ആക്കാറുണ്ട്. അപ്പൊ അത് എനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെയാണ് ഇത് വാങ്ങിയത്. ഇത് കുറെ നാളുകൊണ്ട് ഞാൻ വാങ്ങണമെന്ന് കരുതിയ കേട്ടോ. അതപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാസ്റ്റ് അയണിന്റെ തന്നെ. അപ്പൊ ഇങ്ങനെ നല്ല കട്ടിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഡെയിലി യൂസിനൊക്കെ എടുക്കുമ്പോഴും പിന്നെ അടുപ്പിലൊക്കെ വെച്ച് അങ്ങ് ചൂടായി കഴിയുമ്പോൾ പിടിയൊക്കെ നല്ല രീതിക്ക് ചൂടാവും. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഉടൻ പിടി നോക്കി ഞാൻ വാങ്ങിയതാ. ഇങ്ങനെ കുഴിവുള്ള കടായിയാ. മറ്റേത് ഒന്ന് പരന്നതാട്ടോ. അത് ഞാൻ ഡെയിലി യൂസ് ആക്കാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇത് യൂസ് ആക്കിയിട്ട് എപ്പോഴും എണ്ണ തിരുമ്മി വെക്കണം കേട്ടോ, എന്നാലോ തുരുമ്പടിക്കാതിരിക്കത്തുള്ളൂ. മറ്റേത് ഞാൻ യൂസ് ചെയ്തിട്ട് വാഷാക്കിയിട്ട് എണ്ണ തിരുമ്മി വെക്കും. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ലതാ. ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ യൂസ് ആക്കുന്ന എനിക്ക് ഇഷ്ടം കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇരുമ്പ് ചീനച്ചട്ടി, ഇരുമ്പ് തവ, അതൊക്കെ യൂസ് ആക്കുന്ന എനിക്ക് എപ്പോഴും ഇഷ്ടം. അങ്ങനെ തന്നെ ഞാൻ ഡെയിലി യൂസിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന് മുന്നേ ഞാൻ വാങ്ങിയതും ഇൻഡസ് വാലിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അതിന്റെ യൂസ് കോഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഇത് വാങ്ങാൻ വേണ്ടി നോക്കിയപ്പം, അത് യൂസ് ചെയ്യാൻ നോക്കിയപ്പം അതെൻ്റെ മിസ്സായിപ്പോയി. ഇപ്പൊ ഈ പ്രൊഡക്ട്സ് എല്ലാം ആമസോണിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒന്നുകൂടെ അവരുടെ തന്നെ ആപ്പിൽ നിന്ന് വാങ്ങാന്ന് കരുതി അങ്ങനെ ഞാൻ വാങ്ങിയതാട്ടോ. അവരുടെ ആപ്പിൽ നിന്ന് തന്നെ ഈ സാധനം. കഴിഞ്ഞ തവണയും ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അപ്പൊ ഈ തവണയും ഞാൻ അങ്ങനെ തന്നെ വാങ്ങി. പിന്നെ റിപ്പബ്ലിക് ഡേയുടെ ഇടയ്ക്കൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ചില ടൈമിൽ അവർ ഓഫർ ഇടും. ആ ടൈമിൽ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ആവശ്യമായിട്ട് ഞാനിപ്പോൾ വാങ്ങി. കുഴപ്പമില്ല. പിന്നെ ഇവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മയക്കണ്ട. നമുക്ക് മയക്കാനാണല്ലോ പാട്. ചട്ടിയൊക്കെ വാങ്ങി മയക്കെടുക്കാൻ നല്ല പാടാണല്ലോ. അപ്പൊ ഇരുമ്പ് ചീനച്ചട്ടിയും നല്ല രീതിയിൽ മയങ്ങി കിട്ടിയില്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ നല്ല രീതിയിൽ പാട് വരും, അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അത് വലിയ പാടാ. അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് മയക്കണ്ട, അവർ മയക്കി തന്നെ തരുന്ന സാധനം. അപ്പൊ നമുക്കിത് വാഷ് ചെയ്തിട്ട് ഡയറക്റ്റ് യൂസ് ആക്കിയാൽ മതി. മറ്റേത് അങ്ങനെ തന്നെയാണ്, ഞാൻ മയക്കാതെ വാഷ് ചെയ്തിട്ട് ഡയറക്റ്റ് യൂസ് ആക്കുക ചെയ്തത്. ഇതിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും ഇപ്പോൾ ഒരുപാട് പേര് ഇത് വാങ്ങി റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇനി ഇത് യൂസ് ആക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോ ഇട്ടേക്കാം. ഞാനിത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിനാണ് ഉടൻപിടി വാങ്ങിച്ചത്. നമുക്ക് ചൂടൊന്നും അടിക്കാതെ ഉടൻപിടി ആകുമ്പം എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ വാങ്ങിയതിൻ്റെ അത്രയും കനവില്ല ഇതിന്. ഇച്ചിരി കൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ തൂക്കിയിടാനൊരു കൊളുത്തൊക്കെ ഉണ്ട് ഇതിൽ. നമുക്ക് യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഹുക്കിൽ തൂക്കിയൊക്കെ ഇടാം. ഇങ്ങനെ കൊളുത്തൊക്കെ ഉണ്ട്. പിന്നെ മറ്റേതിൻ്റെ അത്രയും കനവും ഇല്ല, ഇച്ചിരി കുഴിവുണ്ട്. ഇത് ഞാൻ പിന്നെ ഇതിൽ സെന്റിമീറ്റർ അളവ് പറയുക. 7 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 9 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, അങ്ങനെ ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുതുമല്ല, നടുക്കത്തെ ഒരളവാണ് ഞാൻ വാങ്ങി. എത്രയെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പം ഒരു 5-8 ദിവസമായി ഓർഡർ ചെയ്തിട്ട്. അപ്പം ഇത് ഒരു 2 പേര് 3 പേരൊക്കെ ഉള്ള ആ ഒരു ഫാമിലിക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ അളവിലാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഡെയിലി യൂസിനാണ് വാങ്ങിയത്. ഇതാണ് അവരുടെ ഞാൻ നേരത്തെ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കടായിയെ. ഇത് വന്ന് അവർ പറഞ്ഞത് ഇത് 9 സെന്റിമീറ്റർ 11 സെന്റിമീറ്റർ അങ്ങനെ മറ്റാണേ.
അങ്ങനെ സെന്റിമീറ്റർ അളന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എണ്ണയൊക്കെ തിരുമ്മിയതുണ്ട്, ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ എണ്ണയൊക്കെ തിരുമ്മി വെച്ചേക്കുന്നതാ. ഇത് ഈ പറഞ്ഞ പോലെ ചിക്കൻ പൊരിക്കാനും മീൻ പൊരിക്കാനും അല്ലാതെ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതിന് രണ്ട് സൈഡും ഇരുമ്പ് പിടിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതങ്ങ് ചൂടായി കഴിയുമ്പം ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇതും ചൂടാവും. അപ്പം നല്ല ചൂടാവും. അറിയാമല്ലോ, കാസ്റ്റ് അയൺ ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നല്ല രീതിയിൽ ചൂടാകും. അപ്പം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടും. ഇച്ചിരി കനമുണ്ട് കേട്ടോ ഇതിനെ, ഇച്ചിരി കനവുണ്ട്. അപ്പം ഇപ്പം ഞാൻ വാങ്ങിയ കടായിക്ക് അധികം കനമില്ല. അപ്പം ഇത് യൂസ് ആക്കിയിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി, അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ അത് ഞാൻ വാങ്ങി. അത് ഞാൻ കുറേ നാൾ വാങ്ങണമെന്ന് പറഞ്ഞ് കരുതിയിരിക്കുന്നതായിരുന്നു, അങ്ങനെ ഇപ്പോൾ വാങ്ങിയതാ. ഇനി ഞാനത് ഉപയോഗിക്കുന്ന വീഡിയോ ഇട്ടേക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എനിക്കിത് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് തന്നെ തോന്നിയത്. പിന്നെ നമ്മൾ മയക്കമൊന്നും വേണ്ട. ഉപയോഗിച്ചതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്ത് എണ്ണയൊക്കെ തിരുമ്മി വെച്ചില്ലെങ്കിൽ തുരുമ്പടിക്കും. നമ്മുടെ പണ്ടത്തെ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ പോലെ തന്നെ അതും അങ്ങനെയാണല്ലോ, അത് മയക്കണം. ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനം നമുക്ക് മയക്കണ്ട, അത്രേ ഒരു വ്യത്യാസമുള്ളൂ. ആ സെയിം സാധനം തന്നെ, പിന്നെ പല മോഡലും പല അളവിലും കിട്ടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇതെനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. അതിനി യൂസ് ആക്കി കഴിഞ്ഞ് അതിൻ്റെ അപ്ഡേഷൻ ഞാൻ പറയാം കേട്ടോ. ഇത് ഞാൻ ഈ കടായി ആദ്യ തവണ യൂസ് ചെയ്ത കേട്ടോ. കിട്ടിയ അന്ന് തന്നെ ഞാനിത് യൂസ് ആക്കി. എനിക്കൊരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല, അപ്പോൾ തന്നെ ഞാനിത് യൂസ് ആക്കി കേട്ടോ. അങ്ങനെ അന്ന് തന്നെ ഞാൻ വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കി, അതിൻ്റെ വീഡിയോ കേട്ടോ. അതിൽ വെജിറ്റബിളൊക്കെ സോർട്ട് ചെയ്തിട്ടും നൂഡിൽസ് ഉണ്ടാക്കിയിട്ടൊന്നും അടുക്കി പിടിക്കുകയൊന്നും ചെയ്തില്ല. ഞാൻ അപ്പോൾ തന്നെ ചുമ്മാ സോപ്പിട്ട് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ട് ഡയറക്റ്റ് യൂസ് ആക്കുക ചെയ്ത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല, അടുക്കി പിടിക്കുകയൊന്നുമില്ല, നന്നായി തന്നെ കിട്ടി കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതത് കഴിഞ്ഞ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നേരത്ത് വെജിറ്റബിൾ എല്ലാം കൂടെ സോർട്ട് ചെയ്തെടുത്തതാണ്. കണ്ടില്ലേ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓയിലൊഴിച്ച് ഡയറക്റ്റ് ഇട്ട് ഇത് ചെയ്യുമ്പോൾ കണ്ടില്ലേ, വഴറ്റുമ്പോൾ അടിക്കൊന്നും പിടിക്കുന്നില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ യൂസ് ആക്കിയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 4-5 തവണ യൂസ് ആക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഉപയോഗിച്ചു. പക്ഷേ അടുക്കി പിടിക്കുക, അങ്ങനെ അകത്ത് ഇത് കണ്ടോ, അകത്ത് പിടിക്കുക, ഒരു പ്രശ്നമില്ല. ഇപ്പം ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം കഴുകി ഉണക്കി വെച്ചേക്കുന്ന സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ ഞാൻ എണ്ണയൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഇത് കണ്ടോ, ഇത് തുരുമ്പ് പിടിക്കുകയോ ഇത് ബാക്കിൽ അകത്തൊന്നും തുരുമ്പ് പിടിക്കുകയോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ അകം വന്ന് നല്ല മെഴുമെഴാന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അടുക്കി പിടിക്കുന്ന പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. ഓയിലൊക്കെ ഊറ്റി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അടുക്കി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വേണമെങ്കിൽ എണ്ണ തിരുമ്മി വെക്കാം. ഞാനിപ്പോൾ ഇത് എന്തായാലും എണ്ണ തിരുമ്മി വെക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്ന കടായിയും ഇങ്ങനെ ഇരുമ്പിൻ്റെ എല്ലാ സാധനങ്ങളും ഓയിൽ തിരുമ്മി വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ഓയിൽ തിരുമ്മി വെക്കും. അല്ലാതെ ഇത് ഓയിൽ തിരുമാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, ഇത് എപ്പോഴും വെയിലത്ത് വെച്ച് തന്നെ ഉണക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ ഇരുമ്പിൻ്റെ ഏത് ചീനച്ചട്ടി ആണെങ്കിലും തവയാണെങ്കിലും എല്ലാം വെയിലത്ത് വെച്ച് തന്നെ ഉണക്കാറുള്ളൂ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം ഇരുന്നതാണ്. നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ അറിയാമല്ലോ, നമ്മൾ കഴുകി വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം വെള്ളമായി എന്തെങ്കിലും ഇരുന്നാലോ അല്ലെങ്കിലും ഉണങ്ങിയിരിക്കുമ്പോഴോ ചെറുതായിട്ട് നമുക്ക് തുരുമ്പടിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ കടായിനെ കുറിച്ച് എനിക്ക് ഉള്ള റിവ്യൂ കേട്ടോ. എനിക്ക് നല്ലതായിട്ട് തോന്നി. ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇത് നിങ്ങൾ വാങ്ങണമെങ്കിൽ അവരുടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അവരുടെ ആപ്പിൽ കയറി വാങ്ങണമെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് ദ ഇൻഡസ് വാലി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അവരുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എന്നിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പറ്റുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇത് ഞാൻ രണ്ടാമത് കാണിച്ച ആ കടായിൽ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ കടായിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ കേട്ടോ. ഇതിൽ ഞാൻ ചിക്കൻ പൊരിക്കും, മെഴുക്കുരട്ടി ഉണ്ടാക്കും. മെഴുക്കുരട്ടിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് എണ്ണ കിടന്ന് ചീനച്ചട്ടിയിലൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും. ഇതിൽ കസ്റ്റേണാകുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാത്തരം സാധനങ്ങളും ഞാൻ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൽ അതിൻ്റെ വീഡിയോ ചെയ്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ, നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എപ്പോഴും പറയുന്ന പോലെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഞാൻ ഈ റിവ്യൂ ചെയ്ത പ്രൊഡക്റ്റിനെ കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.